ഇതാണ് ലണ്ടൻ നഗരത്തിലുള്ള കെൻസിങ്ടൺ രാജകൊട്ടാരം. 1689 മുതൽ ഈ അത്യാഡംബര രാജകൊട്ടാരം ബ്രിട്ടീഷ് കിരീടാവകാശികളുടെ വാസസ്ഥലമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 16 വയസ്സ് മുതൽ മരിക്കുന്നതുവരെ 63 വർഷം ബ്രിട്ടൻ ഭരിച്ച വിക്ടോറിയ മഹാറാണി തന്നെ. അവർ ജനിച്ചതും തൻ്റെ 16-ാമത്തെ വയസ്സിൽ താൻ ബ്രിട്ടൻ്റെ രാജ്ഞിയായി എന്ന വിവരം അറിഞ്ഞതും ഇവിടെ വെച്ചാണ്. ഈ കൊട്ടാരത്തിന് മുന്നിൽ വിക്ടോറിയ മഹാറാണിയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭയായ ഭരണാധികാരിയായിരുന്നു വിക്ടോറിയ രാജ്ഞി. അവരുടെ സങ്കല്പങ്ങളും ആശയങ്ങളും ചിന്താരീതികളും ഇന്ത്യയുടെ പുതിയ സംസ്കാര രൂപീകരണത്തിന് കാരണമായിട്ടുണ്ട്. 81 വയസ്സുവരെ ജീവിച്ചിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് പ്രിൻസ് ആൽബർട്ട് അവരുടെ 61-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. മൊത്തം 9 മക്കളായിരുന്നു ഈ രാജ്ഞിക്കുണ്ടായിരുന്നത്. പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ഇവർ റോയൽ ടൈറ്റിൽസ് ആക്ട് 1876 എന്ന പാർലമെൻറ്റ് നിയമപ്രകാരം ഇന്ത്യയുടെ ചക്രവർത്തിനിയായി, അതായത് എംപ്രസ് ഓഫ് ഇന്ത്യ ആയി അവരോധിക്കപ്പെട്ടു. ഇതാണ് കെൻസിങ്ടൺ രാജകൊട്ടാരത്തിൻ്റെ മുമ്പിലുള്ള ശുദ്ധജല തടാകം. ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വിശാലമായ ഹരിതപ്രദേശം ഇതുതന്നെയാണ്. അരയന്നങ്ങൾ നീന്തിത്തുടിക്കുന്ന ഈ തടാകത്തിന് മുകളിൽ എപ്പോഴും ഇളംകാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ചാലും മതിവരാത്ത പ്രകൃതി സൗന്ദര്യമാണ് ഈ പ്രദേശത്തിനുള്ളത്.这是什么？你哪来的？他从哪来的？他从哪来的？País fatal.